ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള ഈ ഫോൺ കണ്ടോ, ഈ ഫോൺ ഓപ്പോ 57 കേട്ടോ. അടിപൊളി ഫോണൊക്കെയാണ്, നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നതൊക്കെ അടിപൊളി ഫോണാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോനെ കുറിച്ച് വന്നിട്ടുള്ളത് ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. ഈ ഒരു ഫോണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, ഈ ഡിസ്പ്ലേ നോക്കണ്ട കേട്ടോ. ഈ ഡിസ്പ്ലേ നമുക്ക് LCD ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ LCD ഡിസ്പ്ലേ ഒക്കെ വരുന്നത് ഈ ഒരു ഫോണിന്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോർമലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഫോണാണ്. ഇപ്പോൾ തിരൂർ ആയാലും എല്ലായിടത്തും ആയാലും ഇപ്പോൾ ഒരു 5000-6000 റുപ്യ റേഞ്ചിൽ കിട്ടുന്ന ഒരു ഫോണാണ് ഇത്, ഈ ഓപ്പോൻ്റെ ഒരു ഫോണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് നിങ്ങൾ വാങ്ങണമെങ്കിൽ നല്ലതാണോ നല്ലതല്ലേ എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. ഇറങ്ങിയെന്ന് ഗൈസ് 10,000 റുപ്യേൻ്റെ താഴത്തേക്കുള്ള 10,000 അല്ലെങ്കിൽ 10,000-ൻ്റെ ആ റേഞ്ചിലുള്ള ഒരു ഫോണായിരുന്നു കേട്ടോ അന്ന് ഇറങ്ങിയെന്ന്. പിന്നെ അതിൻ്റെ വിലയൊക്കെ കുറഞ്ഞു വന്നു. കാരണം അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറ്റ കുറവാണ്. നമുക്ക് നോർമൽ യൂസിങ്ങിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. MediaTek Helio 35 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. പിന്നെ ഇതിൻ്റെ റാമും കാര്യങ്ങളൊക്കെ വരുന്നത് 4 GB റാമൊക്കെയാണ്. 2022 മോഡലാണ് കേട്ടോ ഇതിൻ്റെ മോഡല്. ഒരു 2022 മോഡലിൽ 4 GB റാം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫുള്ളായിട്ട് പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ വളരെ മോശമാണ്. കാരണം ഗെയിം കളിച്ച് നോക്കിയിരിക്കണു, പക്ഷേ ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അനുഭവപ്പെട്ടു കേട്ടോ. ഭയങ്കര ഹീറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഒരു നോർമൽ ഫോണിന് കിട്ടണില്ലാറെ ഹീറ്റാണ് കേട്ടോ ഈ ഒരു ഫോണിന് കിട്ടണത്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് LCDന്റെ ഡിസ്പ്ലേ ആണ്. 60 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ഇതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും. പക്ഷേ LCD ആണ് കേട്ടോ ഡിസ്പ്ലേ. ഇപ്പോഴത്തെ കാലത്തൊന്നും പറ്റൂല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോൺ എടുക്കുന്നുണ്ട്, കുറഞ്ഞ വിലക്ക് ഇങ്ങനത്തെ ഫോണൊക്കെ എടുക്കണവർക്ക് ഈ ഒരു ഫോൺ എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്യാമറയുടെ കാര്യത്തിൽ വളരെ മോശമാണ്. നമ്മളെ തന്നെ തിരിച്ചറിയാത്ത മോഡലിലാണ് കേട്ടോ ക്യാമറ വരുന്നത്. അജ്ജായി ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ്, നല്ല വെളുപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു ക്ലിയറാണ് ശരിക്കും കിട്ടൂല, ഒരു മങ്ങിയൊരു കളറാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ 2 സിം പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ 5G അല്ല കേട്ടോ ഫോണ്, 4G ആണ്. ഇപ്പോഴത്തെ കാലത്ത് 4G ഫോൺ എടുക്കണമെങ്കിൽ ഈ ഒരു മോഡൽ എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മെയിൻ ആയിട്ടുള്ള കാര്യം 5500 mAh ഉണ്ട്, അത് അത്യാവശ്യം അടിപൊളി കേട്ടോ. 2022 5500 mAh അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. 33 വാട്ട് സൂപ്പർ ഫാസ്റ്റ് ആയി നമുക്ക് കയറും കേട്ടോ. നമുക്ക് ചാർജൊക്കെ ഏകദേശം നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് 50% ആവും. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആവും. അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആയി കിട്ടും കേട്ടോ. അത് അത്യാവശ്യം അടിപൊളിയായി. ഇതിന്റെ സ്റ്റോറേജ് പറയുന്നത് 64 GB ആണ് കേട്ടോ. 128 64 GB ആണ് വരുന്നത് ഇതിന്റെ സ്റ്റോറേജ് അറിയണത്. പഴയ മോഡലായാലും എന്താ അതിന്റെ ബാക്ക് കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ബാക്ക് കാണാൻ ഒന്നുകൂടി നമുക്കൊരു അടിപൊളി ഫീൽ നമുക്ക് തരും. പക്ഷെ LCD ആണ്. പിന്നെ ഇതിന് ബ്ലാക്ക് കളറും കൂടി വരുന്നുണ്ട് കേട്ടോ. 4 GB 64, 4 GB 128 ആണ് വരുന്നത് കേട്ടോ സ്റ്റോറേജും കാര്യങ്ങളും റാമും. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ ലോ ആണ് കേട്ടോ. ലോ ആണ് അത്യാവശ്യം. ഒരു നമുക്ക് നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുക നല്ലത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ ഫുൾ HD 30 FPS കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തി പൊടിച്ചാൽ എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.